प्रभुं प्राणनाथं विपुं विश्वनाथं जगन्नाथनाथं सदानन्दभाजम् भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीते ശംഭു ശങ്കര ഗൗരീപതേ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടുമിക്ക എല്ലാ ശിവക്ഷേത്രത്തിൽ പോയാലും നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ് ഒരു കാളയുടെ പ്രതിമ മുന്നിൽ വെച്ചിരിക്കുന്നത്, അല്ലെ? അതായത് അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ഈ കാളയുടെ പ്രതിമ ഇരിക്കുന്നത്. ആ കാളയുടെ പേരാണ് കേട്ടോ നന്ദി എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അറിയാത്തവർക്കാണ് പറഞ്ഞത്. ആ കാളയുടെ പേര് നന്ദി എന്നാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, അതായത് പ്രഥമ ഭക്തൻ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളാണ് നന്ദി, ഭഗവാന്റെ വാഹനം. അപ്പോൾ എങ്ങനെയാണ് നന്ദി ഇത്രയും വലിയ ഒരു പദവിയിലേക്ക് എത്തിയത്? നന്ദിയുടെ കഥ എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പണ്ട് ശിലാദ എന്നൊരു മുനി ഉണ്ടായിരുന്നു. ആ മുനിക്ക് പുത്രന്മാരാരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പുത്രന് ജന്മം കൊടുക്കണമെന്നും ആ ഒരു പുത്രന്റെ പിതാവാവണമെന്നും അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് പുത്രനെ ലഭിക്കാൻ വേണ്ടി ഭഗവാൻ ശിവശങ്കരനെ തപസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹവും വളരെ വലിയ ഒരു ശിവഭക്തൻ തന്നെയാണ്. അതുകൊണ്ടാണ് ശിവനെ തന്നെ തപസ് ചെയ്യാമെന്ന് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഭഗവാൻ ശിവന്റെ അനുഗ്രഹവും അതേപോലെ തന്നെ ശിവന്റെ കടാക്ഷവും ഉള്ള ഒരു കുട്ടിയെ തന്നെ കിട്ടണം എന്ന് തന്നെയായിരുന്നു. ആ ഒരു കുട്ടിയുടെ പിതാവാവണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. വളരെ കഠിനമായ ശിവഭക്തൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഠിനമായ തപസ്സിൽ, അതായത് സംവത്സരങ്ങളോളാണ് തപസ് ചെയ്യുന്നത്, അതായത് മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തപസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ ജടയൊക്കെ പിടിച്ചു, അതേപോലെ തന്നെ ചിതൽപുറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ദേഹത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത്ര ഘോരമായ തപസ്സിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ് മെലിഞ്ഞ് അദ്ദേഹം എന്താ പറയാ, ആകെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ തപസ്സിൽ, ആ കാഠിന്യമേറിയ തപസ്സില് പ്രീതിപ്പെട്ടാണ് മഹാദേവൻ, അതായത് ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ്. മഹാദേവൻ പ്രത്യക്ഷനായി ഇങ്ങനെ നിൽക്കുകയാണ് ശിലാദയുടെ മുന്നില്. അങ്ങനെ കണ്ണു തുറന്നു നോക്കുന്ന ശിലാദ കാണുന്നത് സർവ്വ ദിവ്യപ്രഭയോടും കൂടെയുള്ള മഹാദേവനെയാണ്. അപ്പൊ മഹാദേവൻ ചോദിക്കുകയാണ്, എന്ത് വരമാണ് ശിലാദയെ നിനക്ക് എന്നിൽ നിന്ന് വേണ്ടത്? കാരണം നിന്റെ ഈ തപസ്സില് ഞാൻ സംപ്രീതനായിരിക്കുന്നു, അതായത് നീ അത്ര ആത്മാർത്ഥതയോടും കഠിനതയോടും കൂടിയാണ് നീ എന്നെ വിളിക്കുന്നത്. അപ്പൊ നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന്. മഹാദേവനെ കാണുന്ന ശിലാധന് വളരെയേറെ സന്തോഷമാവുകയാണ്. അങ്ങനെ ഭഗവാനെ കാണുന്ന ആ ക്ഷണം തന്നെ കാൽക്കൽ അങ്ങനെ വീഴുകയാണ് കേട്ടോ ശിലാധൻ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം വരമായി ആവശ്യപ്പെടുകയാണ്. അതായത് തനിക്കൊരു പുത്രൻ വേണം, അതായത് തനിക്ക് വളർത്താൻ ഒരു പുത്രനെ വേണം. മാത്രമല്ല ആ പുത്രൻ എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവന്റെ സർവ്വ കടാക്ഷങ്ങളും അടങ്ങിയ ഒരു പുത്രനായിരിക്കണം. മഹാദേവന്റെ എല്ലാ ഒരു അനുഗ്രഹവും അതേപോലെ കടാക്ഷവും എല്ലാം അടങ്ങിയ ഒരു പുത്രൻ തന്നെ ആയിരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം ഭഗവാൻ ശിവശങ്കരനോട് പറയുകയാണ്, അതായത് വരമായി ആവശ്യപ്പെടുകയാണ് ശിലാദൻ. മഹാദേവൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ശിലാധനോട് പറഞ്ഞു, അത് ഉടനെ തന്നെ സാധ്യമാവും ശിലാധേ, നിന്റെ ഈ വരം എന്തായാലും നിനക്ക് സാധിക്കുന്നതാണ്, തഥാസ്തു എന്ന് പറഞ്ഞ് കൈലാസത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ഭഗവാനിൽ നിന്ന് വരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ശിലാധൻ വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശിലാധൻ തന്റെ കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് കൃഷിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മുനിയാണെങ്കിൽ പോലും അദ്ദേഹം കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കലപ്പ കൊണ്ട് നിലം ഉഴുതുമറിക്കുന്ന സമയത്താണ് ശിലാദൻ ഒരു കുഞ്ഞു കരച്ചിൽ കേൾക്കുന്നത്. മാത്രമല്ല കുറച്ച് ദിവ്യപ്രഭയും കാണുന്നുണ്ട്. അപ്പൊ ഈ കരച്ചിലും പ്രഭയും കാണുന്ന ഈ ദിക്കിലേക്ക് ഒരു 2 അടി ശിലാദൻ വെക്കുന്നു. അപ്പോഴാണ് അത് ആ ദിവ്യ തേജസ്സോടുകൂടി ഒരു ബാലകൻ അവിടെ കടന്ന് അങ്ങനെ കരയുകയാണ്. കുഞ്ഞിനെ കാണുന്ന ശിലാദ മുനിക്ക് വളരെയേറെ സന്തോഷമാവുകയാണ്. അദ്ദേഹം കുഞ്ഞിന്റെ അടുത്തെത്തി കുഞ്ഞിനെ അടുത്ത് പോയി കുഞ്ഞിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് വളരെ വലിയൊരു അശരീരി അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തുന്നത്. എന്താണ് അശരീരി? ശിലാദ, ആ കുഞ്ഞ് നിന്റേതാണ്, കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും, ഇവനെ നീ നന്നായി വളർത്തണം, ശിവപഞ്ചാക്ഷരിയും ശിവകഥകളും അതേപോലെ തന്നെ മഹാദേവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ ഇവനെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് സർവ്വവേദവും ജ്ഞാനവും കൊടുത്ത് നീ ഇവനെ വളർത്തണമെന്ന് ഒരു വലിയ അശരീരിയാണ് ശിലാദൻ കേൾക്കുന്നത്.
ഇത് കേട്ട പാടെ തന്നെ ശിലാദന് വളരെ സന്തോഷമാവുകയാണ്. കുഞ്ഞിനെ എടുത്ത് ശിലാദൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കുഞ്ഞിന് നന്ദി എന്നും പേര് കൊടുക്കുകയാണ്. അന്നു മുതൽ നന്ദി ശിലാദന്റെ പ്രിയപുത്രനായിരുന്നു. നന്ദി ചെറുപ്പകാലം തൊട്ട് തന്നെ ഭയങ്കര വലിയ ശിവഭക്തനായിരുന്നു. അത് മാത്രമല്ല, ശിലാദൻ ശിവകഥകളും അതേപോലെ ശിവന്റെ എല്ലാ മന്ത്രോച്ചാരണങ്ങളും വേദങ്ങളും ജ്ഞാനങ്ങളും നല്ല വിദ്യാഭ്യാസമൊക്കെ നൽകിയിട്ടാണ് നന്ദിയെ വളർത്തിയിരിക്കുന്നത്. നന്ദി ആവട്ടെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. എല്ലാം അതിവേഗം തന്നെ നന്ദി പഠിച്ചെടുക്കും. നല്ലോണം ശ്രദ്ധയുള്ള കുട്ടിയാണ് നന്ദി. അതായത് ദീർഘവീക്ഷണവും എല്ലാം അടങ്ങിയ ഒരു സർവ്വ തേജസ്സും സർവ്വ ഗുണങ്ങളും അടങ്ങിയ കുട്ടിയായിരുന്നു നന്ദി. ശിലാദയ്ക്ക് തന്റെ പുത്രനെ കുറിച്ച് ആലോചിച്ച് വളരെയധികം അഭിമാനമാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. 2 മുനിമാർ അവരുടെ കുടിലിലേക്ക് എത്തുകയാണ്. ഈ മുനിമാരുടെ പേരാണ് മിത്രയും വരുണനും. 2 പേരും ശിലാദന്റെ കുടിലിലേക്കാണ് എത്തുന്നത്. അവർ നന്ദിയെ കാണുന്നുണ്ട്. ശ്രേഷ്ഠരായ 2 മുനിമാരെ ശിലാദൻ വളരെ നന്നായിട്ട് തന്നെയാണ് പരിപാലിക്കുന്നത്. നന്ദിയും ശിലാദന്റെ കൂടെ ഈ പരിപാലനത്തിനൊക്കെ കൂട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഉറങ്ങാനും ഉടുക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ശിലാദനും നന്ദിയും കൂടെ വീട്ടിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. 2 മുനിമാർക്കും ശിലാദന്റെ പുത്രനായ നന്ദിയോട് വളരെയധികം സ്നേഹം തോന്നുകയാണ്. അതായത് ഈ ചെറുപ്രായത്തിൽ പോലും ഭഗവാൻ മഹാദേവനോട് ഇത്ര അഗാധമായിട്ടുള്ള ആ ഭക്തിയും കണ്ട്, അതേപോലെ വേദത്തെ പറ്റിയും ജ്ഞാനത്തെ പറ്റിയും മാത്രമല്ല സാക്ഷാൽ മഹാദേവനെ കുറിച്ചുമുള്ള ആ അറിവ് കണ്ടാണ് അവർക്ക് ഏറ്റവും വലിയ സ്നേഹവും അതേപോലെ തന്നെ ഒരു ബഹുമാനമൊക്കെ നന്ദിയോട് തോന്നുന്നത്. അവർ ശിലാദന്റെ കുടിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശിലാദനെ വളരെ നന്നായി അനുഗ്രഹിക്കുകയാണ്. ദീർഘവും സന്തോഷവും ആരോഗ്യപൂർണവുമായ ഒരു ജീവിതം നിനക്ക് ഉണ്ടാവട്ടെ എന്നാണ് 2 മുനിമാരും ചേർന്ന് ശിലാദനെ അനുഗ്രഹിക്കുന്നത്. അവരുടെ കാൽക്കൽ വീഴുന്ന നന്ദിയെ കാണുമ്പോൾ 2 മുനിമാർക്കും വളരെയധികം ദുഃഖം തോന്നുകയാണ്. അതായത് നന്ദി അവരുടെ അനുഗ്രഹത്തിനായി അവർ 2 പേരുടെയും കാൽക്കൽ വീഴുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സങ്കടമായിരുന്നു. അധികം ഊട്ടി ഉറപ്പിക്കാതെ അവർ നന്ദിയെ മെല്ലെ അനുഗ്രഹിച്ചു. അതായത് പതിയെ അനുഗ്രഹിച്ചു. മകനെ, നിനക്ക് സുഖമായിരിക്കട്ടെ, നീ ഒരു നല്ല ജീവിതം നയിക്കട്ടെ എന്നായിരുന്നു ആ അനുഗ്രഹം. ഇത് കാണുന്ന ശിലാദന് വളരെയധികം വിഷമം തോന്നുകയാണ്. മാത്രമല്ല ശിലാദന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാവുകയാണ്. എന്തിനാണ് ഈ ശ്രേഷ്ഠരായ 2 മുനിമാര് നന്ദിയെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ മുഖം ഇങ്ങനെ ആയിരിക്കുന്നത്? അതായത് അവർ എന്തുകൊണ്ടാണ് ഈ ഒരു വികാരം കൊണ്ട് അനുഗ്രഹിക്കുന്നത് എന്നാണ് ശിലാദന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയം. മുനിമാരുടെ ഭാവമാറ്റം ശ്രദ്ധിച്ച് ശിലാദൻ കുറച്ചു നേരം അവരെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അനുഗ്രഹമൊക്കെ കൊടുത്ത് വീടിന് പുറത്തിറങ്ങുന്ന മുനിമാരുടെ പിന്നാലെ തന്നെ ശിലാദൻ പോവുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം എത്തിയതിനു ശേഷം അവരെടുത്ത് ചോദിക്കുകയാണ് ശിലാദൻ, എന്തുകൊണ്ടാണ് നന്ദിക്ക് അനുഗ്രഹം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു വിഷാദ ഭാവം ഉണ്ടായിരുന്നത്? അതെനിക്ക് അനുഭവപ്പെട്ടു. എന്താണ് അതിന് കാരണം? ശ്രേഷ്ഠരായ മുനിമാരോട് വളരെ താഴ്മയോടെ തന്നെയാണ് ശിലാദൻ ചോദിക്കുന്നത്. വളരെ സംശയമേറിയും അതേപോലെ ദുഃഖത്തോടെയുമുള്ള ഒരു പിതാവിന്റെ വികാരം എല്ലാം ഉൾക്കൊണ്ടുള്ള ശിലാദന്റെ ഈ ഒരു ചോദ്യം കാരണം 2 മുനിമാർക്കും വളരെയേറെ ദുഃഖമാവുകയാണ് ചെയ്യുന്നത്. ശിലാദൻ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ മകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തിനാണ് അവനെ അനുഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയേറെ വിഷമം ഉണ്ടായത്? അവൻ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ പല സംശയമായിട്ടാണ് ശിലാദൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് ദുഃഖിതരായ മുനിമാരിൽ ഒരാൾ വളരെ വിഷമത്തോടു കൂടെ ശിലാദനോട് പറയുകയാണ്, നിന്റെ മകൻ ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ അവൻ്റെ ജാതകത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവന് അധികം ആയുസില്ല എന്നതാണ്. അവന് അല്പായുസാണ് അവൻ്റെ ജാതകത്തിൽ കാണിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ശിലാദന് വളരെ വിഷമമാവുകയാണ് ചെയ്യുന്നത്. തൻ്റെ പ്രിയപുത്രനാണ് നന്ദി. തനിക്ക് വേറെ ആരുമില്ല തൻ്റെ കൂടെ തൻ്റെ ജീവിതത്തിൽ എന്ന് പറയാൻ. അതായത് ഭഗവാൻ മഹാദേവനെ തപസ് ചെയ്ത് വരമായി ലഭിച്ച ഒരു വരപ്രസാദമാണ് തൻ്റെ പുത്രൻ എന്ന് പറയുന്നതും. ആ പുത്രന് അല്പായുസാണ് എന്ന് അറിയുന്ന ഒരു പിതാവിൻ്റെ വിഷമം എന്ന് പറയുന്നത് ഈ ഒരു ലോകത്തിൽ എല്ലാ വ്യക്തികൾക്കും അത് ചിന്തിക്കാൻ പറ്റും, അതിൻ്റെ ഒരു കാഠിന്യം എത്രയാണ് എന്നുള്ളത്. ഇതെല്ലാം കേൾക്കുന്ന ശിലാദനെ ഇത്രയും വിഷമത്തോടുകൂടെ തന്നെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. വീട്ടിലെത്തിയപ്പോൾ നന്ദി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നന്ദി തൻ്റെ അച്ഛൻ വളരെയധികം വിഷമിച്ച് തകർന്നു വരുന്ന അവസ്ഥയാണ് കാണുന്നത്. നന്ദി അച്ഛൻ്റെ അടുത്ത് പോയി തന്നെ ചോദിച്ചു, എന്താണ് വിഷമത്തിന്റെ കാരണം എന്ന്. വിതിമ്പിക്കൊണ്ടും അതേപോലെ ദുഃഖം കൊണ്ടും തന്നെ മുനിമാർ പറഞ്ഞ പ്രവചനങ്ങൾ നന്ദിയെ അറിയിക്കുകയാണ് ശിലാദൻ. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന നന്ദി ആകെ തകർന്ന് പൊട്ടിക്കരയുമെന്നാണ് ശിലാദൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ആ ഒരു ചെറിയ ബാലകനെ അങ്ങേയറ്റം വലിയൊരു വിവേക
ബുദ്ധിയാണ് ഉണ്ടായിരുന്നത്. ഭഗവാൻ ശിവശങ്കരൻ എന്ന് പറയുന്നത് എല്ലാ ദേവനിലും ദേവന്മാരിൽ ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മഹാദേവൻ എന്നെ രക്ഷിക്കുമെന്ന് ഉള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല എന്നാണ് നന്ദി പറയുന്നത്. ഭഗവാൻ മഹാദേവനോട് സർവ്വവിശ്വാസവും അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നന്ദി പറയുന്നത്. പിതാവിനോട് നന്ദി പറയുകയാണ്, അതായത് പിതാവേ, അങ്ങയുടെ തപസ്സിന്റെ ഏറ്റവും വലിയ ഒരു ഫലമായിട്ടും വരമായിട്ടും ഒക്കെയാണ് എന്നെ ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ഈ ജന്മം എന്ന് പറയുന്നത് മഹാദേവന്റെ കടാക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മം പാഴ്ജന്മമായി പോവാൻ മഹാദേവൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ളത്. ഞാൻ എന്തായാലും മഹാദേവനിൽ അഭയം പ്രാപിക്കും, അദ്ദേഹത്തെ തപസ് ചെയ്യും. അങ്ങനെ നന്ദി മഹാദേവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഘോരമായിരുന്നു നന്ദിയുടെ തപസ് എന്ന് പറയുന്നത്. സംവത്സരങ്ങൾ കഴിഞ്ഞു കടന്നു പോവുകയാണ്. അതായത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മഹാദേവനിൽ മാത്രം, പഞ്ചാക്ഷരിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു നന്ദിയുടെ ആ ഘോരമായ തപസ് എന്ന് പറയുന്നത്. നന്ദി ഒന്നും അറിയുന്നില്ല, ചുറ്റും നടക്കുന്ന ഒരു കാര്യവും നന്ദി അറിയുന്നില്ല. നന്ദിയുടെ ശ്രദ്ധ കൈലാസത്തിലും മഹാദേവനിലും മാത്രമായിരുന്നു. അങ്ങനെ നന്ദിയുടെ ആ ഒരു വലിയ തപസ്സിന്റെ, അതായത് കഠിനമായ തപസ്സിന്റെ ഭാഗമായി, അതിൻ്റെ ഒരു വലിയ സമ്മാനമായി, അതിൻ്റെ ഒരു വലിയ ഒരു പ്രസാദമായി ഭഗവാൻ നന്ദിയുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. നന്ദി, കണ്ണു തുറക്കുക എന്നാണ് മഹാദേവൻ നന്ദിയോട് പറയുന്നത്. കണ്ണു തുറക്കുമ്പോൾ നന്ദി കാണുന്നത് തന്റെ ജീവിതത്തിൽ താൻ കാണുന്ന ഏറ്റവും തേജോമയനും സുന്ദരനുമായ പുരുഷനെയാണ്. ഭഗവാൻ മഹാദേവൻ നന്ദിയോട് പറയുകയാണ്, നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന്. എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്നാണ് നന്ദിയോട് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന നന്ദി പെട്ടെന്ന് തന്നെ ഭഗവാനോട് ഒരു സംശയമില്ലാതെ പറയുകയാണ്, എനിക്ക് എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവണം എന്ന്. അതായത് അങ്ങ് എപ്പോഴും എൻ്റെ കൂടെയും ഉണ്ടാവണം, ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെയും ഉണ്ടാവണം. ആ ഒരു രീതിയിലായിരുന്നു നന്ദി വരമായി ആവശ്യപ്പെടുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഭഗവാൻ മഹാദേവനോടുള്ള അങ്ങേയറ്റം വലിയ ഭക്തി കണ്ട് മഹാദേവൻ തന്നെ നന്ദിയോട് വളരെയധികം സംപ്രീതനായിരിക്കുകയാണ്. നന്ദി ചോദിച്ച ആ വരത്തിനോട് തഥാസ്തു എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് മാത്രമല്ല, നന്ദിയോട് ഭഗവാൻ പറയുകയാണ്, നീ ഇന്നു മുതൽ ഒരു കാളയുടെ രൂപം കൊണ്ട ഒരു വ്യക്തിയായിരിക്കും എന്ന്. അത് മാത്രമല്ല, നിനക്ക് കൈലാസത്തിലായിരിക്കും ഇനി മുതൽ സ്ഥാനമെന്ന്. കൈലാസത്തിലെ ദ്വാരപാലകനും എൻ്റെ സഖിയും മാത്രമല്ല എൻ്റെ വാഹനവും എൻ്റെ ഭൂതഗണങ്ങളുടെ നേതാവും എൻ്റെ പ്രഥമ ഭക്തനുമായിരിക്കും നീ എന്നാണ് പറയുന്നത്. മഹാദേവൻ നന്ദിയോട് പറയുന്ന കാര്യമാണ് കേട്ടോ ഇത്രയും. വരസിദ്ധിയാൽ പൂർണ്ണമായ നന്ദി അന്ന് തൊട്ട് കൈലാസത്തിലാണ് താമസം. കൈലാസത്തിലെ ദ്വാരപാലകനാണ് നന്ദി അന്ന് തൊട്ട്. ശിവന്റെ സഹയാത്രികനാണ് നന്ദി, അതായത് ശിവന്റെ വാഹനമാണ്, ഭൂതഗണങ്ങളുടെ നേതാവാണ്, ശിവന്റെ പ്രഥമ ഭക്തനാണ് നന്ദി. അത് മാത്രമല്ല, നന്ദി പറയുന്ന ഏത് കാര്യവും ഭഗവാൻ മഹാദേവന് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്നും ഭക്തർ ശിവക്ഷേത്രത്തിൽ പോയാൽ നന്ദിയുടെ ചെവികളിൽ തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങളുടെ ആഗ്രഹങ്ങളും അറിയിക്കുന്നത്. അതങ്ങനെ നന്ദി മഹാദേവനിൽ ഉണർത്തിക്കുമെന്നാണ് വിശ്വാസം. സംഹാരകനാണ് മഹാദേവൻ അല്ലേ? അപ്പൊ മഹാദേവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും മരണമില്ല. മഹാദേവന്റെ കൂടെ നിൽക്കുന്ന എല്ലാ വ്യക്തികളും അമരനായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ യമദേവനും നന്ദിയുടെ അടുക്കെ എത്താൻ പോലും ധൈര്യം കാണിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. അതായത് അഗാധമായ ഭക്തി കൊണ്ട് ആ ഒരു വലിയ വിധിയെ മറികടക്കുകയാണ് നന്ദി ചെയ്യുന്നത്. നന്ദിയുടെ ജനനത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിൽ നന്ദിയെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ദേവനായി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നന്ദിക്ക് മാത്രമായ ക്ഷേത്രങ്ങളിലും ഇന്ന് ഭാരതത്തിൽ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഈ വീഡിയോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എൻ്റെ വിലയേറെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹര ഹര ശങ്കര, ശിവ ശിവ ശങ്കര.